ഞാൻ പെട്ടെന്ന് ഫസ്റ്റ് ഭാവന സംസാരിക്കുന്നത് എനിക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന സംഭവമില്ലേ, ഈ കോമ്പിനേഷൻ നമ്മൾ സിനിമയിൽ ഏതിലെ ലാസ്റ്റ് കണ്ടിട്ടുണ്ടോ ഇല്ലെന്ന് പെട്ടെന്ന് ആലോചിച്ചു. ഞങ്ങൾ ചിന്താമണി 2020 എന്തെങ്കിലും നമ്മൾ കോമ്പിനേഷൻ ഉണ്ടായിരുന്നില്ല. സോ ഒരുപാട് നാളുകൾക്ക് ശേഷം സുരേഷേട്ടൻ കൂടെ ഒരു പ്രോഗ്രാമിൽ വരികയാണ്. ഒരുപാട് സന്തോഷമായിട്ടും സുരേഷേട്ടൻ്റെ പിന്നെ മോളുടെ കല്യാണത്തിന് എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല, എനിക്ക് ഷൂട്ടിലായിരുന്നു, ഞാനവിടെ ഉണ്ടായിരുന്നില്ല. സോ ഇപ്പോൾ കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. പിന്നെ ഞാനും നിഖിലും കൂടി സംസാരിക്കായിരുന്നു, ശരിക്കും വെക്കേസ്റ്റേ ആണോ കാസ്റ്റേ ആണോ ഭയങ്കര കൺഫ്യൂഷനിലായിരുന്നു ഞങ്ങൾ. പക്ഷേ എനിവേ ഇറ്റ്സ് എ നൈസ് കോൺസെപ്റ്റ്. നമ്മളെല്ലാവരും ഒരുപാട് സ്ട്രെസ്സും ഒരുപാട് ബിസി ആയിട്ടുള്ള ജീവിതത്തിലുള്ള ആൾക്കാരാണ്. സോ ഒരു ഡബിൾ നൈൻ പാക്കേജ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പാക്കേജാണ്, വെരി അട്രാക്റ്റീവ്. സോ ഇത് 3 വർഷത്തിൽ 3 സ്റ്റേ ആണ്. അതും ഇവർക്ക് ഒരുപാട് പ്രോജക്ട്സ് ഓൺഗോയിങ് ആണ്, ഓൾറെഡി തുടങ്ങിയിട്ടുള്ളതുണ്ട്. എല്ലാം നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഡെസ്റ്റിനേഷൻസ് ആണ്. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊരു എക്സ്പ്ലോറിങ് ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിനൊരു അവസരം ഉണ്ടാക്കി. ഇപ്പോൾ കുറേ ഒത്തൻറ്റിക് ആയിട്ട് സുരേഷൊക്കെ സംസാരിച്ചു, നമ്മുടെ ടൂറിസം പറ്റി, നമ്മുടെ രാജ്യത്തിന് വേണ്ട ഡെവലപ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. സോ അതുപോലെ തന്നെ ഇതൊരു വലിയ ഒരു മൈൽ സ്റ്റോൺ ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. വെക്കാസ്റ്റയുടെ എല്ലാ ആൾക്കാർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും. ഇതൊരു വലിയ വിജയമായി തീരട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ. ഇവിടെ ഇങ്ങനൊരു ഇവൻറ്റിന് എനിക്ക് വരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ഭാവന പെട്ടെന്ന് ആ ചിന്താമണിയിലെ നായകൻ എന്തെങ്കിലും പറയാനുള്ളത് ചിന്താമണിയിൽ നായകനാണെന്നേ ഉള്ളൂ. ഞങ്ങൾ രണ്ടും നമ്മൾ കാണുന്നില്ല. ചിന്താമണി കൊലക്കേസല്ലേ, മരിച്ചു. അതെ നമ്മൾ ലൊക്കേഷനിൽ ഒരുമിച്ചുണ്ടാകുന്ന കോമ്പിനേഷനും ഒന്നും ഉണ്ടായിരുന്നില്ല. ചിന്താമണി LK എന്ന സിക്വൽ വരുമ്പോൾ ഒരു വിഷമം അതിനകത്ത് മണ്ണടിച്ച് പോയത് കൊണ്ട് ഇനിയിപ്പം ഭാവനയ്ക്ക് വരാൻ പറ്റത്തില്ല അല്ലേ? നമുക്ക് അന്നുണ്ടായിരുന്ന ഏതെങ്കിലും അനിയത്തി കുട്ടിയാണെന്നൊക്കെ പറയുന്നത്. പക്ഷെ അന്നേരം DNA ഒക്കെ ഒരു ചെറിയ പ്രശ്നമുണ്ട് അല്ലേ? ഞാൻ മെയിൻലി ഉദ്ദേശിച്ചത് ആ ഒരു ലെജൻഡറി ക്യാരക്ടർ, ആ ഒരു ലെഗസി ഇപ്പോഴും നമ്മൾ കമ്മീഷൻ പോലെ തന്നെ വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ക്യാരക്ടർ കൂടിയാണ് അതിൽ. താങ്ക് യു ഭാവന. ഞാനിപ്പോൾ വേദിയിലേക്ക് വിളിക്കാൻ ആഗ്രഹിക്കുന്നത്, നമുക്കെല്ലാവർക്കും അറിയാം, ഒരു ബ്രാൻഡ് പെട്ടെന്ന് നമ്മുടെ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഒരു ജ്വല്ലറിയോ സ്വർണ്ണമോ